വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമുക്കൊരു ഈസി ചിക്കൻ കറി ആയാലോ? അതെ ഗൈസ്, വൈകുന്നേരം ഞാൻ ഗോതമ്പ് ദോശ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു തട്ടിക്കൂട്ട് ചിക്കൻ കറി ആക്കാമെന്ന് വിചാരിച്ചു. ഒരുപാട് മോഡിഫിക്കേഷൻ ഒന്നും ഇല്ലാതെ പെട്ടെന്ന് ഒരു ചിക്കൻ കറി ആക്കി കേട്ടോ. പക്ഷേ എനിക്കിത് ഇഷ്ടപ്പെട്ടു. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും അടിപൊളിയായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ആലോചിച്ചത് ഇതിൻ്റെ ടേസ്റ്റ് എന്താണ് പിന്നെയാണ് ഞാൻ റെക്കഗ്നൈസ് ചെയ്തത് ഗൈസ്, ഇത് നമ്മൾ ഈ ഹൗസ് വാമിങ്ങിനൊക്കെ പോകുമ്പോൾ ഒരു ചിക്കൻ കറി കഴിക്കാറില്ലേ, ആ ഒരു ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഇതിനുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഗൈസ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചിക്കൻ കറി ഉണ്ടാക്കിയെന്നുള്ള വീഡിയോ കാണാം. അതിന് മുമ്പ് ഞാൻ എൻ്റെ അമ്മയ്ക്ക്, അതായത് ഹസ്ബൻഡിൻ്റെ അമ്മയ്ക്ക് കുറച്ച് കൊടുത്തു. അപ്പോൾ അമ്മയും കഴിച്ചിട്ട് പറഞ്ഞു അടിപൊളിയാണെന്ന് കേട്ടോ. അപ്പോൾ നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട് സാധാരണ നമ്മൾ സവാളയും തക്കാളിയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഒരു പാൻ വെക്കുക. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി ഒരുമിച്ച് അങ്ങോട്ട് തട്ടുക. എന്നിട്ട് ഒരു ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോഴത്തേക്ക് അതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, എന്നിട്ട് ഗരം മസാല ഒന്നും ആഡ് ചെയ്യുന്നില്ല. അതിന് പകരം കുറച്ച് പെരുംജീരകവും കൂടി ഇട്ട് മൂപ്പിക്കുക കേട്ടോ. മൂപ്പിച്ചിട്ട് ഇത് നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുക. അപ്പോഴാണെങ്കിൽ അങ്ങനെ ചെറു ചൂടോടെ തന്നെ വേണമെങ്കിൽ ചേർക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് അരയ്ക്കുന്ന സമയത്ത് കാഷ്യൂസൊക്കെ ആഡ് ചെയ്യുകയാണെങ്കിൽ ഒരു ക്രീമി ടെക്സ്ചറൊക്കെ കിട്ടും കേട്ടോ. ഋഷിക്കുട്ടൻ ഇടയ്ക്ക് കളിക്കുന്നുണ്ട് ഇവിടെ, അതാണ് ഈ കളിപ്പാട്ടത്തിൻ്റെ അവൻ്റെ ശബ്ദമൊക്കെ ഇടയ്ക്ക് കേൾക്കും. അപ്പം നിങ്ങൾക്ക് അതൊന്നും മൈൻഡ് ചെയ്യണ്ട കേട്ടോ. എന്നിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത്, ഞാൻ ഈ ചിക്കൻ ഓൾറെഡി വേവിച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചാണ് കേട്ടോ. എന്നിട്ട് ആ ചിക്കനും കൂടി ചേർത്ത് ഇതിൻ്റെ കൂടെ മല്ലിയിലയൊക്കെ ചേർക്കുകയാണെങ്കിൽ പൊളി ടേസ്റ്റ് ആയിരിക്കും. മല്ലിയില ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് കറിവേപ്പിലയാണ് ചേർത്ത് കേട്ടോ. എന്നിട്ട് കുറച്ച് നേരം അടച്ച് വെച്ച് ഒന്ന് വറ്റിച്ചേട്ടാൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒരുപാടിട്ട് വയറ്റുകയും പിടിക്കുകയും ഇടിക്കുകയും ഒന്നും ചെയ്യേണ്ട. അപ്പോൾ ഇത്രയൊക്കെയുള്ള കേസ്. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നൊരു സ്റ്റേ ട്യൂൺ. ബൈ.